മാനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് വിൻസെൻഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള സിസ്റ്റർ ഡോക്ടർ ഡോണയാണ്. സിസ്റ്ററെ, ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂടാതെ രണ്ട് വിശിഷ്ട അതിഥികൾ കൂടി നമ്മോടൊപ്പമുണ്ട്. ഫാദർ ജോസ് പയ്യപ്പള്ളി CMI, അച്ഛൻ തലൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തു വരികയാണ്. അച്ഛാ, സ്വാഗതം. ഒപ്പം മലയാറ്റൂർ കുരിശുമുടി മുൻ സ്പിരിച്വൽ ഡയറക്ടറും മൈനർ സെമിനാരി സ്പിരിച്വൽ ഡയറക്ടറും യുവജന ശുശ്രൂഷകനുമായിട്ടുള്ള ഫാദർ വക്കച്ചൻ കൂമ്പയിലാണ്. അച്ഛ, ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. സിസ്റ്ററെ, പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ വിവാഹത്തിന് മുമ്പ് എന്തെങ്കിലും മാനസികമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് വിവാഹത്തോടെ മാറും അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ മാറും എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? ഒരു വിവാഹം കഴിക്കുന്നത് കൊണ്ടൊരു മാനസിക പ്രശ്നം മാറും എന്നോർത്തിട്ടൊക്കെ വിവാഹം കഴിപ്പിച്ച കുറേ ചരിത്ര സംഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊരു മിത്താണ്. ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ ചില കേസുകളിൽ നമുക്കറിയാം, ഒരു ലക്ഷ്യബോധമില്ലാതെ അല്ലെങ്കിൽ ഒരു ഓർഡർലി ലൈഫ് ഇല്ലാതെയൊക്കെ വരുന്നവരെ നമ്മൾ സാധാരണ ഒരു കുടുംബത്തിൽ പറയും, ഇവനൊരു ഓർഡറൊക്കെ വരണമെങ്കിൽ അല്ലെങ്കിൽ ഇവൾക്കൊരു ഓർഡറൊക്കെ വരണം, ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ച് കുറച്ച് ഉത്തരവാദിത്വമൊക്കെ കൊടുക്കണം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാറും എന്നൊക്കെ പറയും. നമ്മളപ്പോൾ സാധാരണ ഒരു ലക്ഷ്യബോധത്തിലോ അല്ലെങ്കിൽ ഓർഡറിലോ ഒക്കെ കുറച്ച് നമ്മൾ പറയുന്ന സോക്കോൾഡ് ഒരു ഉഴപ്പന്മാരായിട്ട് അല്ലെങ്കിൽ ഉഴപ്പത്തികളായിട്ടൊക്കെ നടക്കുമ്പോൾ ഇതേപോലെയുള്ളൊരു വിവാഹം എന്ന് പറയുന്നത് ഒരു ജീവിത അന്തസ്സാണ്, ഒരു ട്രാൻസിഷനാണ്. ഒരു വ്യക്തി വേറൊരു വ്യക്തിയുമായിട്ട്, ഒരു ജീവിത പങ്കാളിയുമായിട്ട് ഒരു ജീവിതം, ഒരു കുടുംബജീവിതം ആരംഭിക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു കൂദാശയാണ്. അപ്പോൾ അവിടെ അങ്ങനെ വരുന്നവർക്ക് കുറച്ചൊക്കെ ഒരു ജീവിതത്തിൽ ക്രമവും ഓർഡറും ചിട്ടയും ഒക്കെ ഉണ്ടാകും എന്നല്ലാതെ ഒരു ചിന്ത വരും. അപ്പൊ അതാണ്. അല്ലാതെ ഒരിക്കലും നമുക്ക് ഏതെങ്കിലും ഒരു മാനസിക രോഗം മാറാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ മാറാൻ ഒരു കല്യാണം ഒരു സൊല്യൂഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇനി ചാൻസ് ഒരു മാനസിക രോഗം എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ? ചിലതൊക്കെ നമ്മൾ വളരെ രസകരമായിട്ടൊക്കെ പറയും, ഇതുവരെയൊക്കെ നല്ലതായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്, കല്യാണം കഴിഞ്ഞതോടുകൂടി ആളുടെ കാര്യങ്ങളെല്ലാം താളം തെറ്റി എന്നൊക്കെ പറയും. ഓക്കെ, ഇത് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ അതിനെ ഒരു തമാശ രൂപേണ പറയുമെങ്കിലും ഇതുപോലെയും ചിലരുടെ ജീവിതങ്ങളിൽ ചില സംഭവങ്ങൾ ചിലരെ അതുപോലെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. കല്യാണം കഴിച്ചത് കൊണ്ടാണ് മാനസിക രോഗം ഉണ്ടായെന്ന്. അപ്പൊ ഒരു എന്റെ ഇടയ്ക്കൽ വന്നൊരു കേസാണ്. ചില കേസിൽ ചിലർ പറയും, ഓ നീ കുടുംബത്തിൽ കയറി വന്നോടുകൂടി ഇവിടെ പ്രശ്നമായി, അവനൊരു കുഴപ്പമില്ലാണ്ട് ഇരുന്നിരുന്നതാണ്. അതുപോലെ തന്നെ നേരെ മറിച്ചും അവൾക്കൊരു കുഴപ്പമില്ലാണ്ട് അവൻ ഇവിടെ വന്ന് അവൻ കല്യാണം കഴിച്ചു പ്രശ്നങ്ങളായി എന്ന് ചിന്തിക്കുന്ന ധാരാളം കേസുകളുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു സാധാരണഗതിയിൽ ഇതേപോലെയൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്, ഒത്തിരി വ്യക്തികളുണ്ട്, ചില അനുഭവങ്ങളുണ്ട്. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് എൻ്റെ അടുക്കൽ വന്നത് ഞാനിങ്ങനെ ഓർത്തു പോകുമായിരുന്നു. ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ് 2 മാസം ആകുന്നതേ ഉള്ളൂ, ഒരാളെ പിടിച്ചു കെട്ടിയ പോലെയാണ് ഒരു 3-4 ആൾക്കാർ കൊണ്ടുവരികയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. അപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ക്ലിനിക്കൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്, സൈക്കാട്രിസ്റ്റ് അവിടെ ഇല്ല. അപ്പോൾ സൈക്കാട്രിസ്റ്റ് ഉള്ളിടത്താണ് ഇങ്ങനെ വയലൻ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതും. സൈക്കാട്രി അതുപോലെ തന്നെ നമുക്ക് അവരെ IP, അതായത് കിടത്തി ചികിത്സ ആവശ്യമാണ് അങ്ങനെ വയലൻ്റ് ആകുന്ന കേസുകൾക്കൊക്കെ. അപ്പോൾ വേഗം പിടിച്ചു കെട്ടിയ പോലെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്നു. പെട്ടെന്നൊരു ഇതൊന്നും ഇല്ലാതെയാണ്, നമ്മളോട് അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല, ഓടിക്കയറി ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി, ശരിക്കും പറഞ്ഞ ഒരു പാനിക് സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുകയാണ്. കൊണ്ടുവന്നു. അപ്പം നമ്മൾ പറഞ്ഞു, ഇല്ല, ഇപ്പം ഈ വയലൻ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ്, നമുക്കറിയാം, ചീത്ത പറയുന്നു, തല്ലുന്നു, ഉപദ്രവിക്കുന്നു, ആകെ ബഹളമായിട്ട് നിൽക്കും. അപ്പോൾ നമുക്കിവിടെ പറ്റില്ല, നമുക്കറിയാവുന്ന ഒരു സൈക്കാട്രി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. പെട്ടെന്ന് തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സകൾ ആരംഭിച്ചു. അപ്പം ഇതിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഭാര്യ വീട്ടുകാർ വന്നിരിക്കുവാണ് നമ്മുടെ അടുക്കൽ. എന്താണ് ഇത് വന്നിരിക്കുന്നത്? അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നത്, കല്യാണം കഴിഞ്ഞ ഉടനെ ഇവള് സൗകര്യം കൊടുത്ത് കാണത്തില്ല, അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ, അതാണ് ഇവന് പ്രശ്നം ഉണ്ടാകാൻ കാരണം, ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പോൾ നാട്ടുകാരോടൊക്കെ അല്ലെങ്കിൽ ചോദിച്ചു നോക്ക്, ഇവൻ നല്ലൊരു പയ്യനാണ്, ജോലിയുള്ള പയ്യനാണ്. പക്ഷേ നമ്മളിതിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ശരിക്കും ഇപ്പം ആ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റിന് ഒരു ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റുന്ന അതൊരു മാനിക് ഫേസ് ആണ്, അതായത് ഉന്മാദ അവസ്ഥ. അതായത് പെട്ടെന്നുള്ള ദേഷ്യം വരിക, ഒരു വയലൻ്റ് ആവുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കര എക്സ്പ്രസീവായിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലനേഷനോട് കൂടി സംസാരിക്കുക,
ചെറിയ കാര്യങ്ങളിൽ സംശയം വരിക, ആള് ആ സാധാരണ നിലയിൽ നിന്നും ഒരു ഉയർന്ന, നമ്മൾ പറയുന്ന ഒരു ഹൈപ്പർ ആയിട്ടുള്ള ഒരു സെൻസിലേക്ക് എത്തി. അതാണ് ഉന്മാദം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരു ഡിപ്രഷൻ്റെ ഫേസിലൂടെ ഇവർ കടന്നു പോയിരുന്നു. അപ്പം ഡിപ്രഷൻ ആയതുകൊണ്ട് അധികം ആരും അറിഞ്ഞില്ല. ഇവർക്ക് മനസ്സിലായി എന്തോ ഒരു മൂകത അവസ്ഥയാണെന്ന് മനസ്സിലായി. എവിടെയോ ഡോക്ടറെ കാണിച്ചു, മരുന്ന് കഴിച്ചിരുന്നു. മരുന്ന് കഴിച്ച് ഒരു 2 മാസം കൊണ്ട് തന്നെയൊക്കെ കാര്യം ആൾ നോർമലായി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷവും ഒരു എപ്പിസോഡ് ഡിപ്രഷൻ്റെ തന്നെ വന്നു. അതും ഇതുപോലെ ഡിഗ്രി തേർഡ് ഇയർ ആയപ്പോഴോ എങ്ങനെയോ. അതിനുശേഷം മരുന്ന് കഴിച്ചു, പിന്നെ നോർമലി അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് വന്ന എപ്പിസോഡ് ഇതേപോലെ ഉന്മാദാവസ്ഥയാണ്. അതായത് ഒരു വയലന്റ് നേച്ചർ. അവർക്ക് അവരെക്കാളും കൂടുതൽ പവറുണ്ട്, ശക്തിയുണ്ട്, അവർക്കെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ ഗതിയിൽ നിന്നും ചിന്താഗതികളെല്ലാം മാറി വരുന്നൊരവസ്ഥ. ഇത് അവരുടെ മാനസികാവസ്ഥ കേറി ഇറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? അതായത് അതുകൊണ്ടാണ് നമ്മൾ ബൈപോളർ എന്ന് പറയുന്നത്. സ്റ്റെബിലിറ്റി ഇല്ല. ഒരു ഫേസിൽ ഡിപ്രഷൻ ആണെങ്കിൽ അടുത്ത ഫേസിൽ ഇത്. ഇനി ഈ ഫേസുകൾക്കിടയിൽ നോർമാലിറ്റി എന്ന് പറയുന്നത് കുറച്ച് നാളുകളുണ്ട്, തിരിച്ചറിയാനായിട്ട് വൈകും. അതാണ് ഇവിടെ പറ്റിയത്. അപ്പോൾ ഈ മാനിക് ഫേസും കഴിഞ്ഞു, മരുന്നൊക്കെ കഴിച്ചു, ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്ന അധികം ആരും അതൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുക്കനും ഓർത്തു ഓക്കെ ഇനി വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, നോർമസിയിൽ പോയിക്കൊണ്ടിരിക്കുക, മരുന്നും നിർത്തി. അപ്പോൾ കൃത്യമായൊരു ചികിത്സയും കൂടി ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അടുത്ത എപ്പിസോഡ് വരികയാണ് ചെയ്തത്. ഈ എപ്പിസോഡ് മാറി മറിയാനായിട്ട് അവരുടെ ജീവിതാവസ്ഥകൾ എന്തെങ്കിലും അവരെ പ്രേരിപ്പിക്കുന്നുണ്ടോ? ജീവിതാവസ്ഥകൾ മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കൂടുതൽ നമുക്ക് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂറോ കെമിക്കൽസ്. പക്ഷേ സാഹചര്യങ്ങളുടെ ഒരു ഉണ്ട്. കാരണം ഈ ഒരു വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ട്രാൻസിഷൻ ഏജ് ആണ്, ഒരു പീരീഡാണ്. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെസ് അവിടെ വരുന്നുണ്ട്. നമ്മൾ കാര്യം അതിൻ്റെ അകത്ത് ഈ സ്ട്രെസ്സിനെ തന്നെ നല്ല സ്ട്രെസ് ഉണ്ട്. യൂസ്ട്രെസ് എന്നും പറയും, ഡിസ്ട്രെസ് എന്നും പറയും. അപ്പോൾ യൂസ്ട്രെസ് എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിലേക്ക് ഉണ്ടാകുന്നു. ഇപ്പം നമ്മളോട് പറയുകയാണ് പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടി, നമുക്ക് സന്തോഷം വന്നു, അതോടൊപ്പം തന്നെ ആ സന്തോഷത്തോടൊപ്പം വരുന്നൊരു സ്ട്രെസ് ഉണ്ട്. അതുപോലത്തെ ഒരു സ്ട്രെസ്. അപ്പോൾ ഇത് തന്നെ ഒരു വിവാഹ ജീവിതത്തിലും പിന്നെ എന്ന് വെച്ചാൽ ഒരു പുതുമയേറിയ ഒരു ജീവിത അവസ്ഥകളാണ്. അപ്പം അവിടെയൊക്കെ അവരുടെ ആ ജീവിതത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ ജീവിത പങ്കാളിയിൽ നിന്നും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ആൾക്ക് സ്ട്രെസ് കൊടുക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ ജീവിത പങ്കാളി വളരെ കോപ്പറേറ്റീവ് ആയിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല, അങ്ങനെ പറയാൻ പറ്റുമോ? ഇതിൻ്റെ അകത്ത് അങ്ങനെ കോപ്പറേറ്റീവ് ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറോ കെമിക്കൽസിൽ ഉണ്ടായ ആ ഒരു മാറ്റങ്ങളാണ്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോ സ്റ്റേജ് അനുസരിച്ച് അങ്ങനെ സംഭവിക്കുന്നു. മരുന്ന് കൊടുക്കുന്ന സപ്പോർട്ട് വലിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ മരുന്ന് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതില്ലാണ്ടായി. പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞു, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു അമിതമായ സന്തോഷം കാര്യങ്ങൾ വരുന്നു. സ്റ്റേബിൾ ആയിട്ട് പോകുമ്പോ ഞാൻ സുഖപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണല്ലോ. അതെ, അതാണ് ഇവിടെ സംഭവിച്ചത്. അന്നേരവും ഡോക്ടറിന്റെ സഹായം വേണമായിരുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ കൂടുതലായിട്ട് ആ ഭാര്യ അറിയരുത്. പല കേസുകളുണ്ട്, ഭർത്താവിന് അസുഖം ഉണ്ടെങ്കിൽ അത് ഭാര്യ അറിയരുത്, അതുകൊണ്ട് മരുന്ന് നിർത്തുക. ചിലപ്പോൾ ഭാര്യയ്ക്ക് അസുഖം ഉണ്ടെങ്കിൽ ഭർത്താവ് അറിയരുത് എന്ന് വിചാരിച്ചിട്ട് മരുന്ന് നിർത്തുക. അപ്പൊ അത് പലപ്പോഴും ഇത് പറയാതെ കല്യാണത്തിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യമാണല്ലോ പല സ്ഥലത്തും. അതായിരിക്കും ഇത് കൂടുതലായിട്ട്. കറക്റ്റ്. അച്ഛൻ പറഞ്ഞ 100% ശരിയാണ്. കാരണം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഇതേപോലെ ഒരു മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം നടക്കില്ല, അവരൊറ്റപ്പെടും. അപ്പൊ ഇതൊക്കെ പറയാതെ നമ്മൾ ഒളിച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയാം മറച്ചു വെച്ചുകൊണ്ട് ഒരു വിവാഹം നടക്കുന്നു. ഈ സമൂഹം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പറയാതെ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കരുത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ദുരന്തമാണ്. എത്രയോ പേരുടെ ജീവിതങ്ങള്, എത്രയോ ഫാമിലി തന്നെ ഇല്ലാണ്ട് വരെ ആയിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഈ ബൈപോളാർ ഡിസോർഡറുകളാണ്. കാരണം ഇവരെ ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് മാനിക് ഫേസിൽ, ഉന്മാദ അവസ്ഥയിൽ അവരെ ടോളറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് ആശ്വസിപ്പിക്കാനോ പറഞ്ഞ് മനസ്സിലാക്കാനോ പറ്റുന്ന രീതിയിലല്ല മനുഷ്യൻ നിൽക്കുന്നത്. നമ്മൾ ആ മനുഷ്യന് ഈ ഭാര്യയോട് ദേഷ്യം വല്ലതും അങ്ങനെ ഇതൊരു ദേഷ്യമായിട്ടല്ല ഇത് വന്നത്. കാരണം ആ ഒരു ഇവർക്ക് കൃത്യമായ ഉറക്കം, സ്വസ്ഥമായ ജീവിതം, ആ ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് അനുകൂലമാവണം, ഇതൊക്കെ ഇവർക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു വിവാഹം കൊടുക്കുന്ന ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇതിനൊക്കെ കുറച്ച് താളം തെറ്റും എന്തായാലും.
അപ്പോൾ മരുന്ന് കഴിക്കുന്നില്ല, വേണ്ട രീതിയിൽ ഒരു ഉറക്കം, ശരിയായ ഉറക്കം കിട്ടുന്നില്ല, യാത്രകളാണ്, സ്ട്രെസ്സുണ്ട്. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ എത്രയോ പേര് പറയുന്നുണ്ടാകും, എടാ ഭാര്യ നന്നായിട്ട് നോക്കുമെന്ന് അറിയത്തില്ല, അല്ലെ നീ അത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാനുണ്ട്. നമുക്കറിയാം പല കുടുംബങ്ങളിലേക്കും ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ പറയണ ഈ ഉപദേശ അമ്മാവന്മാരും ഉപദേശ അമ്മായിമാരും ഒക്കെ ഉണ്ടാവും. അപ്പം ഇവരെല്ലാം കൂടി ഇതെല്ലാം പറയുമ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു സ്ട്രെസ് വരികയാണ് ഫ്യൂച്ചറിനെ. ഇതിൽ ആരംഭത്തിൽ തന്നെ എന്തെങ്കിലും അതിന്റെ പ്രശ്നങ്ങൾ തോന്നി തുടങ്ങുമ്പോൾ ഇവർക്ക് അതിനുവേണ്ടി ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിനേക്കാൾ ഉപരിയായി ജീവിത പങ്കാളിയുടെ വീട്ടുകാരും ഇത് അറിയാൻ പാടില്ല എന്നുള്ള ഒരു സ്ട്രെസ്, അതിനേക്കാളും ഭയങ്കരമായിട്ട് അവര് ചികിത്സയ്ക്കല്ല പോണത്, ഇത് മറച്ചു വയ്ക്കാന്ന്. പക്ഷെ അവർക്ക് സാധിക്കത്തില്ല. ചിലപ്പോ ഇതിനെ കോപ്പപ്പ് ചെയ്യുന്ന ഒരു ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ തന്നെ അവൾക്ക് അറിയില്ല, അല്ലെ അവനറിയില്ല. ചിലപ്പോ അവൻ അറിയുമായിരുന്നെങ്കിൽ ചിലപ്പോ ചെയ്യാമായിരുന്നു, എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ രക്ഷിക്കാം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പലപ്പോഴും നമുക്ക് തന്നെ ഒരു സൈക്യാട്രി പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം, പ്രത്യേകിച്ച് മൂഡ് ഡിസോർഡേഴ്സ് ഒക്കെ, അതിൻ്റെ ആ ഇനിഷ്യൽ സിംറ്റംസ് ഒരു പ്രൊഫഷനെ കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, മൂഡ് മാറി വരുന്നു, അവരുടെ സംസാരത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. നമ്മൾ പറയും പ്രഷർ ഓഫ് സ്പീച്ച്, അതായത് അവരുടെ ചിന്തകൾ ഇങ്ങനെ പാറി പറന്നുകൊണ്ടിരിക്കുക, ഹൈ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക, ഒരു കാര്യത്തിലും അന്ന് നിന്ന് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ പറയുന്ന അവരുടെ സ്പിരിറ്റ് അങ്ങ് ഹൈ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കൂടെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ, അയാൾക്ക് എല്ലാം ചെയ്യാനിപ്പോൾ ഭയങ്കര ഉത്സാഹമാണ്. അതുപോലെ തന്നെ ധീരകൃത്യങ്ങൾ ചെയ്യുന്നു, വണ്ടി ഓടിക്കുന്നത് ഭയങ്കര സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്നു. ഈ സ്ത്രീ പറഞ്ഞൊരു സംഭവം, അതായത് ഈ വൈഫ് പറഞ്ഞൊരു സംഭവമാണ്, സിസ്റ്റർ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ചേട്ടൻ ഭയങ്കര സന്തോഷമാണ്, എല്ലാം ഭയങ്കര ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ഒരു പേടിയില്ല, ഭയങ്കരമായിട്ടുള്ള ഒരു ഉത്സാഹ പ്രകൃതമാണ്. ജീവിത പങ്കാളിക്ക് നന്നായില്ല, ആള് കുറേ കൂടി ഞാൻ വിചാരിച്ചേക്കാളും വലിയ നിലയ്ക്കാണല്ലോ എന്നാണ് ചിന്തിക്കുക. പക്ഷെ ചില സമയങ്ങളിൽ ചെറിയൊരു മൈന്യൂട്ട് കാര്യങ്ങൾ വന്നാലും മതി, ആ കാര്യം വിട്ടുകളയാതെ അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ പെണ്ണ് ഓർക്കുകയും ചെയ്ത് ഇതെന്താ ഇത് അമിതമായൊരു സംസാരം ഉണ്ടല്ലോ എന്ന് ഓർത്തു. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സൈക്കാട്രി പ്രോബ്ലം ആണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നേ ഇല്ല. ഗുഡ്നസ് ടിവിയുടെ വളർച്ചയിൽ കൈകോർത്ത എല്ലാ നല്ലവരായ പ്രേക്ഷകരെയും നന്ദിയോടെ സ്മരിച്ച് ഞങ്ങളുടെ ഏറ്റവും പുതിയ ഉദ്യമം ഏറെ അഭിമാനത്തോടെ നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടിവി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് HTBയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്. ഒരു പ്രോഗ്രാമിന് വേണ്ട മുഴുവൻ, ഭയങ്കര ആർട്ടിസ്റ്റാണ്, മുഴുവൻ കാര്യം ഒറ്റ നൈറ്റ് കൊണ്ട് വരച്ചു തീർത്ത് അവ എല്ലാവർക്കും കയ്യടിയാണ്. പക്ഷെ അവന് തന്നെ പിന്നീട് മനസ്സിലാവുന്നുണ്ട് ഇതെന്റെ ഒരു അസ്വാഭാവികമായ അവസ്ഥയിൽ ഞാൻ ചെയ്തു പോയതാണ് എന്തുവാണെന്ന്. പക്ഷെ കാണുമ്പോൾ മനോഹരമാണ്. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉറക്കം അല്ലെങ്കിൽ ഇവർ ടയേർഡ് ആകുന്ന അവസ്ഥയില്ല. അപ്പൊ ഈ ടയേർഡ് ആകാത്ത അവസ്ഥയിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല, വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതുപോലെ ഈ വ്യക്തിയെ ഇവരുടെ ഈ ഭാര്യയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നാണ് പിടിച്ചു കെട്ടിക്കൊണ്ട് വരുന്നത്. കാരണം ഈ ഒരാഴ്ചയായിട്ട് ഇയാളുടെ ഒരു മാറ്റങ്ങൾ ഭാര്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഓ സിസ്റ്ററെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഓരോ ലക്ഷണങ്ങളും വെച്ച് നമ്മൾ ചോദിക്കുന്നു, ഇങ്ങനെ നിങ്ങൾ പെരുമാറിയിരുന്നു സിസ്റ്ററെ, രാത്രി ഉറക്കമേ ഇല്ല കക്ഷിക്ക്, എന്നാലും ഭയങ്കര എനർജറ്റിക് ആണ് ആള്. പിന്നെ ഭാര്യയുടെ കൂട്ടുകാരത്തിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ ഹസ്ബൻഡ് എന്തോ ഒരു കാര്യം പറഞ്ഞു, പ്രൊവോക്ക് ചെയ്യുന്ന വെച്ചാൽ അവിടെ നിന്ന് പുള്ളി അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തെറിയാൻ തുടങ്ങി. അപ്പൊ ഇവർക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടല്ലോ. പിന്നെ അസഭ്യവർഷമായി. പിന്നെ അവർക്ക് മനസ്സിലായി എന്തോ സംതിങ് പ്രശ്നത്തിലേക്ക് വന്നു എന്നുള്ളത്. പിന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ രൂക്ഷമാകുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്താവുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ ചെയ്തു തുടങ്ങുന്ന ആ ടെൻഡൻസികൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലേക്ക് നയിക്കുന്നതാണെന്ന് ഒന്ന് ഗ്രഹിച്ചിരുന്നെങ്കിൽ, അല്ലേ, ആ വ്യക്തിക്കോ ആർക്കെങ്കിലും ഗ്രഹിച്ചാൽ കിട്ടിയിരുന്നെങ്കിൽ. തീർച്ചയായിട്ടും ബൈപോളറിലൊക്കെ നമുക്ക് സൈക്കോ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ തെറാപ്പി സിസ്റ്റം സെഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കണം വാർണിംഗ് സൈൻസ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ എപ്പിസോഡുകൾ അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് പോയി ആ വ്യക്തിക്കും മറ്റുള്ള വ്യക്തികൾക്കും അപകടം ഉണ്ടാകാതെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും.
അത് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ജനറൽ സ്റ്റഡി ആയിട്ട് എല്ലാവരും മനസ്സിലാക്കിയാൽ നന്നായിരുന്നു അല്ലേ? അതായത് ഈ ഒരു ബൈപോളാർ ഡിസോർഡറിൽ അല്ലെങ്കിൽ ഡിപ്രഷനിൽ മാനിയയിൽ ഏതൊക്കെയാണ് ഇനിഷ്യലി വരുന്ന സിംറ്റംസ്, എന്തൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്കും നമ്മൾ ഇതിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ അമിതമായ ആവേശം വരിക, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നൊരു അമിതമായിട്ടുള്ള ആത്മധൈര്യം കിട്ടുക. അപ്പോൾ ഒരു അമിത കോൺഫിഡൻസ് ആണിത് അവർക്ക്. ഇപ്പം ചിലതൊക്കെ നമ്മൾ പറയത്തില്ല, ചിലരൊക്കെ റോഡിൽ കിടന്ന് ആ അഭ്യാസം കാണിച്ചു എന്നൊക്കെ പറയും. നമുക്ക് എല്ലാവരെയും ഈ ബൈപോളാറിലേക്ക് അല്ലെങ്കിൽ മാനിക്കിലേക്ക് എടുത്തിടാമെന്നല്ല പറയണം. മേ ബി ഇതൊരു മാനിക് അല്ലെങ്കിൽ ഒരു ഉന്മാദ അവസ്ഥയുടെ ലക്ഷണമായിരിക്കാം. ചില സമയത്തെങ്കിലും കുട്ടികളിലെങ്കിലും ഇത് കാണാറുണ്ട് കേട്ടോ. കുട്ടികൾ ഇപ്പൊ ചൈൽഡ്ഹുഡ് മാനിയ, ചൈൽഡ്ഹുഡ് ബൈപോളാർ ഒക്കെ ഉണ്ട്. പക്ഷെ ഇതാണ് എന്ന് മനസ്സിലാക്കണമല്ലോ. അധ്യാപകരും മനസ്സിലാക്കണം, മാതാപിതാക്കളും മനസ്സിലാക്കണം, കൂടെയുള്ളവരും മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കാതെ പോകുന്ന ഒരു സന്ദർഭം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു പ്രൊഫഷണൽസ് പഠിച്ചു പോകുന്നു എന്നല്ലാതെ സാമാന്യ ജീവിതത്തിലേക്ക് സാധാരണ ആൾക്കാരിലേക്ക് ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള രോഗാവസ്ഥകളുണ്ടോ എന്നൊന്നും ആർക്കും അതിനെ അറിയാൻ ഇതില്ല. എല്ലാവരും പറയുന്നു അത് അവർക്ക് വരുന്നവർക്കല്ലേ, അത് അവർ വല്ല തെറ്റും ചെയ്തിട്ടായിരിക്കും, പാപവും ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തോടെ അങ്ങനെയാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇതിനെല്ലാം അങ്ങോട്ട് മാറ്റിക്കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സിസ്റ്റർ, അപ്പോൾ ഇത് അവരുടെ കുടുംബത്തിൽ മുൻപ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ട് അവരുടെ ഒരു പരമ്പരയിലുണ്ടോ? നമ്മളിപ്പോൾ ഈ സൈക്കാട്രി പ്രോബ്ലംസ് നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ജനറ്റിക് ഒരു ഹിസ്റ്ററി ഉണ്ടോ, ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ഇവർ വന്നപ്പോഴും ഇവരുടെ ഒരു 3 ജനറേഷൻ നോക്കുമ്പോഴും അവിടെ ഒരു ജനറ്റിക് ഹിസ്റ്ററി ഉള്ളതായിട്ട് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉള്ളതായിട്ട് കാണുന്നില്ല. ഇത് ആദ്യമായിട്ടാണ് ഇവരുടെ വീട്ടിൽ ഇയാൾക്ക് ഇങ്ങനൊരു പ്രശ്നമുള്ളത്. സിസ്റ്ററെ, ഈ പല മാനസിക പ്രശ്നങ്ങളും ജനറ്റിക്, അതായത് കുടുംബപരമായിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ പോലും അതുപോലും ക്യൂറബിൾ അല്ലേ? അതൊരു സാധ്യതയുണ്ടല്ലോ. തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ വാർണിംഗ് സയൻസ് നമ്മൾ മനസ്സിലാക്കുന്നു, സാഹചര്യങ്ങൾ സപ്പോർട്ടീവ് ആകുന്നു, അയാൾ തന്നെ മനസ്സിലാക്കുന്നു എനിക്കിതുപോലെ. കാരണം ഇതൊന്നും അവരുടെ കൺട്രോളിലുള്ളതല്ല. നമ്മൾ എപ്പോഴും ആ ഒരു രീതിയിൽ വേണം ഇവരോട് പെരുമാറാനായിട്ട്. അതൊരു എമ്പതറ്റിക് അപ്രോച്ച് നമുക്കിതുപോലെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരോടുണ്ടാവണം. ഇനി അവർക്കും അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു തുറവി അവർക്കും ഉണ്ടാകണം. അല്ലാതെ കാരണം ഈ ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഫേസിൽ ഇപ്പം പ്രത്യേകിച്ച് ഈ ഉന്മാദ സമയത്തൊക്കെ ഇവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരല്ല. എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നറിയാം, പക്ഷെ അവരാണ് അവരുടെ പ്രവൃത്തികൾക്ക് മീനിങ് കൊടുക്കുന്നത്. അംഗീകരിക്കാത്ത ചിലൊരു പേഷ്യന്റ് സ്വീകരിക്കാത്ത അവസ്ഥ ഉണ്ടാവും. ഒരിക്കലും ഈ എപ്പിസോഡിന്റെ മൂർധന്യ അവസ്ഥയിൽ, അതായത് അവർക്ക് ആ രോഗാവസ്ഥ ഉള്ള സമയത്ത് അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. വേറെ സമയത്ത് അവര് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് സൈക്കാട്രിസ്റ്റിന്റെ ആവശ്യം വരും. അവൾക്ക് മരുന്ന് കൊടുത്ത് ഒരു പക്ഷെ മയക്കിക്കെടുത്തുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പൊ മാനിക്കൊക്കെ ഈ ഉന്മാദാവസ്ഥയൊക്കെ ആകുമ്പോൾ നമുക്ക് സെഡേറ്റീവ് ആദ്യം വേണ്ടി വരും. കാരണം ആ ഒരു സമയം ഇവർക്ക് തന്നെ ഹാനികരമാണ്. കുറെ സമയത്തേക്ക് നിൽക്കില്ലല്ലോ സിസ്റ്ററെ, പാനിക്കാവസ്ഥ കുറെ സമയം നിൽക്കുമോ? അല്ല, ഈ അതായത് ഉന്മാദാവസ്ഥ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ 1 to 3 months അതിന് ചികിത്സ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 1 to 3 weeks ഇവരുടെ ഈ ആക്റ്റീവ് സിംറ്റംസ് കാണാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സാധാരണ സമയത്ത് നല്ലൊരു ടീച്ചിങ് കൊടുക്കുക, അതായത് അവരോട് തന്നെ അമിതമായ സ്ട്രെസ്സിലേക്ക് പോകാതിരിക്കുക. ഇപ്പൊ അമിതമായ ഉത്കണ്ഠകൾ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. അവർ മനസ്സിലാക്കുക ഞാൻ അമിതമായ ഇങ്ങനത്തെ സ്ഥിതിയിലേക്ക് ടെൻഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയാതെ പോലും എനിക്ക് ഇതിന്റെ ബ്രെയിനിൽ അല്ലെങ്കിൽ എന്റെ കെമിക്കൽസിൽ മാറ്റം വരുത്താൻ ശാന്തമായ ആത്മീയ സപ്പോർട്ടും മറ്റുള്ളവരുടെ സിബ്ലിംഗ്സ് എല്ലാവരുടെ സപ്പോർട്ടൊക്കെ വേണ്ടി വരും. ആണ് ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിലൊക്കെ ആണെങ്കിൽ നല്ലൊരു സപ്പോർട്ടിങ് സിസ്റ്റം വേണ്ടി വരും. ഇപ്പം ഈ ഒരു കേസിൽ തന്നെ നമ്മൾ അതിനുശേഷമുള്ള സൈക്കോതെറാപ്പി കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തത്. കാരണം ചികിത്സ കഴിഞ്ഞു, അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ നോർമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ മനുഷ്യനാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമൊക്കെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് എന്നിൽ സംഭവിച്ചോ, അതെന്തായിരുന്നു അങ്ങനെ വരാൻ കാരണം അറിയുന്നില്ല. ഈ ചെയ്ത കാര്യങ്ങളൊന്നും ആ വീട്ടില് പോയി അടി തല്ലുണ്ടാക്കി അടിച്ച് ഒന്നും ആൾക്കാർ ഓർമ്മയില്ല. എന്തൊക്കെയോ സംഭവിച്ചു എന്നറിയാം, പക്ഷെ അതിന് അയാൾ കൊടുത്തൊരു മീനിങ് ആണ്.
പിന്നെ ഒരു നമ്മൾ പറയും ന്യൂട്രൽ സ്റ്റിമുലസിനെ പോലും, അതായത് അതിൻ്റെ അകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ലാത്ത ഒരു സംഭാഷണത്തിന് പോലും ഇവർ ആവശ്യമില്ലാതെ ഇടപെടും. അത് ശരി. ആവശ്യമില്ലാതെ ഇടപെട്ട് അത് വലിയൊരു പ്രക്ഷോഭകരമായിട്ടുള്ള കാര്യങ്ങളാക്കി തീർക്കും. സിസ്റ്റർ, ഈ ഇങ്ങനെയുള്ള ജീവിത പങ്കാളികളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്, അതായത് ജീവിത പങ്കാളികൾ. എത്രയോ പേര് ഇപ്പൊ മാനസികമായിട്ടുള്ള രോഗാവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രിവലൻസ് വളരെ വലുതാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ മറച്ചു വെച്ചുള്ള ഈ കാര്യങ്ങൾ വരുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് തീരുന്നത്. ഇപ്പൊ ഒരു പക്ഷേ ഇത് പറഞ്ഞിരുന്നു എങ്കിൽ അതിന്റെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് മനസ്സിലാകും. കാരണം വീട്ടുകാർ കണ്ടിട്ടുള്ളതാണ്. വീട്ടുകാർക്ക് ഈ 3 എപ്പിസോഡുകൾ അറിയാവുന്നതാണ്. 2 വിഷാദത്തിന്റെ എപ്പിസോഡുകളും 1 ഉന്മാദത്തിന്റെ എപ്പിസോഡുകളും വീട്ടുകാർക്ക് അറിയാവുന്നതാണ്. ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും പെട്ടെന്ന് ഇവര് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു വെച്ചത് ഇതാണ്. മേ ബി അങ്ങനെ പറഞ്ഞു വെച്ചത് കൊണ്ടായിരിക്കും ഭാര്യ വീട്ടുകാർക്ക് ഒരു പക്ഷേ ഇതെന്താണെന്ന് കൃത്യം അറിയണം എന്നുള്ള രീതിയിൽ തന്നെ ഒരു പ്രൊഫഷണൽ ഒരു ഒപ്പീനിയന് വേണ്ടിയിട്ട് എൻ്റെ അടുക്കേ വന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഒരു സംശയം എന്ന് പറയുന്നത്, ഈ ആൾക്ക് എന്തായാലും സിസ്റ്റർ ഒരു ചർച്ച ഉണ്ടായിരുന്നുണ്ടാവുമല്ലോ, നിങ്ങൾ സംസാരിച്ചു ഒക്കെ ചെയ്തു, അതിനുശേഷം മെഡിസിനും കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് കഴിച്ചതിന് ശേഷം വീണ്ടും ഇത് വരാതിരിക്കാൻ ഇത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ആ മെഡിസിൻസ് ആവശ്യമായ രീതിയിൽ സൈക്യാട്രിസ്റ്റ് പറയുന്ന കാലത്തോളം ആ മെഡിസിൻ കഴിക്കണം. കാരണം നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറയുന്ന പോലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ, കെമിക്കലുകളിൽ വരുന്ന ഇംബാലൻസ് നമുക്ക് കൈകൊണ്ടെടുത്ത് മാറ്റിവെക്കാൻ പറ്റുന്നതോ ഒരു ചിന്തയിലെടുത്ത് മാറ്റിവെക്കാൻ പറ്റുന്നതല്ല. അതിന് അതിൻ്റെതായിട്ടുള്ളൊരു കെമിക്കൽ സപ്പോർട്ട്, സപ്ലിമെൻറ്റ് ആവശ്യമാണ്. അത് ആവശ്യമായ തോതിൽ ഡോക്ടർ പറയുന്ന രീതിയിൽ കഴിക്കുക. അതോടൊപ്പം തന്നെ സപ്പോർട്ടീവായിട്ടുള്ളൊരു സാഹചര്യം മറ്റുള്ളവർ മനസ്സിലാക്കുന്നു. ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് അത് ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കേണ്ട ആവശ്യമുള്ളതാണോ ഇതൊക്കെ? നമുക്കത് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല അച്ഛാ. ഡോക്ടർ പറയും. കാരണം ഇവരുടെ സിംറ്റംസും ഇവരുടെ ആ ഒരു അവസ്ഥകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ മരുന്നുകളുടെ ഡോസുകൾ കുറയ്ക്കും. നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, ചിലർ പറയും മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്നൊക്കെ പറയും. അങ്ങനെയല്ല, ചില സാഹചര്യങ്ങൾ നമുക്ക് മരുന്ന് ആവശ്യമാണ്. ഇനി അതോടൊപ്പം തന്നെ ഈ ഒരു സപ്പോർട്ടിങ് സിസ്റ്റവും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കൂടെ ജീവിക്കുന്നവർക്ക് ഇതുപോലെ മാനസികമായിട്ടുള്ള വൾണറബിലിറ്റി ചിലപ്പോൾ ഉണ്ടാകാം, മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളോ രോഗങ്ങളോ ഉണ്ടാകാം. പക്ഷേ അതിന് ആവശ്യമായ ചികിത്സാ രീതികളുണ്ട്, ആവശ്യമായിട്ടുള്ള നല്ലൊരു സംവിധാനങ്ങളും കാര്യങ്ങളും നമുക്കുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ദൈവാശ്രയ ബോധത്തോടു കൂടി ജീവിക്കാനായിട്ട്, ഇപ്പോൾ ഒരു ജീവിത പങ്കാളി ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ആയിപ്പോയി എന്നോർത്തിട്ട് നമ്മൾ പഴിക്കുകയല്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ആരോടൊപ്പമാണ് ഒരു ജീവിത പങ്കാളിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടെങ്കിൽ ആ പങ്കാളിയോട് കൂടെ നിൽക്കുന്നവരോട് മറ്റുള്ളവരും അനുകമ്പാപരമായിട്ടുള്ളൊരു സപ്പോർട്ടാണ് വെക്കേണ്ടത്. ഇപ്പം ഈ ഒരു ഭാര്യയോട് തന്നെ ഞാൻ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, അങ്ങനെ വന്നു, ഇനി നിങ്ങൾ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വളരെ നല്ല രീതിയിൽ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സിസ്റ്റർ, സാധാരണ ഒരു തുറവിയുള്ള അതായത് ജീവിതം എന്ന് പറയുന്നത് ഒരു വളർച്ചയുടെ ലക്ഷണമാണ്. അതായത് നമ്മുടെ അവസ്ഥകൾ അറ്റ്ലീസ്റ്റ് ബന്ധപ്പെട്ടവരോടെങ്കിലും ഗുരുക്കന്മാരോടെങ്കിലും അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരുക്കന്മാരോടെങ്കിലും പറയാനുള്ള ഒരു സന്മനസ് അവരെ വളർത്തുന്നതാണ്. ഈ മേഖലയിൽ അത് ഒത്തിരി സഹായകരമായിരിക്കും എന്നാണ് തോന്നുന്നത്. ആ മറച്ചു വെക്കാതെ തുറന്നു പറയണം, വേണ്ടപ്പെട്ടവരോടെങ്കിലും. എല്ലാവരോടും തുറന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛാ. കാരണം അങ്ങനെ ഒരു ആധ്യാത്മിക ഉപദേഷ്ടാവോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കുടുംബത്തിൽ തന്നെ നമ്മൾ പറയില്ലേ കുറച്ച് എൽഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കി 2 കൂട്ടരോടും പറയാനും, അവരെ എങ്ങനെ ആയിരിക്കണം അവർ തമ്മിലുള്ള ജീവിതം ഒന്ന് പറയാനും, പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി അന്വേഷിക്കാനും തിരക്കാനും ഒക്കെ ഒരു തുറവി ഉണ്ടെങ്കിൽ ഇതേപോലുള്ള എത്രയോ ജീവിതങ്ങൾ സുഖകരമായിട്ട് സന്തോഷകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ പലപ്പോഴും പറ്റുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റിഗ്മ, അതാണ് പ്രശ്നം. ഇനി എന്തെങ്കിലും വന്നു പോയാൽ അത് അവൻ്റെ കുഴപ്പമാണ്. ഇപ്പം നമുക്കൊരിക്കലും ഇപ്പം നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം, ഒരു ആക്സിഡന്റ് പോലെ തന്നെയാണ്. ഒരു ഏതെങ്കിലും രീതിയിലുള്ള നമ്മുടെ തലച്ചോറിൻ്റെ വ്യതിയാനങ്ങൾ, നമ്മുടെ തലച്ചോറിലൂടെ ഓടുന്ന കെമിക്കലുകളുടെ വ്യതിയാനങ്ങൾ നമുക്ക് ആർക്കും സംഭവിക്കാം. ഇത് കാരണം അവരാരും അറിഞ്ഞുകൊണ്ട് വരുത്തുന്നതല്ല. അൺലെസ് നമ്മളൊരു ഡ്രഗ്സ് അല്ലെ സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ച്, മദ്യമോ മയക്ക് വസ്തുക്കളോ ഒക്കെ അമിതമായിട്ട് ഉപയോഗിച്ച് ഇതുപോലെ മാനസിക രോഗത്തിലേക്ക് പോകുന്നവര് ഓക്കെ, അവരാ ഒരു രീതിയിലേക്ക് പോകുന്നു. അതുപോലെ അല്ല ഇത്. ഈ ഒരു കാര്യത്തെ നമ്മൾ നമ്മുടെ സമൂഹം തുറവിയോടെ കാണുക.
കുടുംബങ്ങൾ തുറവിയോടെ കാണുക, വ്യക്തികൾക്ക് വിലയുണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം ഈ ഒരു രോഗാവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർ സാധാരണ മനുഷ്യരാണ്. മനുഷ്യ ജീവിതത്തിന് മൂല്യമുണ്ട്, അത് ദൈവം തന്ന ദാനമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ സുന്ദരകരമായിട്ട് നമുക്ക് മറ്റുള്ളവരെയും കൂടി സഹായിച്ച് സ്വയം സഹായിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേർന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്ത ആഴ്ച നമുക്ക് ഇതേ ദിവസം കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.